ജസ്റ്റിസ് ബദറുദ്ദീനെതിരെ പരസ്യ പ്രതിഷേധവുമായി അഭിഭാഷകയെ അപമാനിച്ചുവെന്ന് ആരോപിച്ചാണ് പ്രതിഷേധം. ശ്രീകാന്ത് വിവരങ്ങളുമായി ചെയ്യുന്നു. ശ്രീകാന്ത്, അതിനുശേഷം മാപ്പ് പറയണമെന്ന ആവശ്യം, മാപ്പ് പറയില്ല എന്ന് ജസ്റ്റിസ് ബദറുദ്ദീൻ. ഹൈക്കോടതിയിൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് അങ്ങേയറ്റം അസാധാരണമായ ചില നീക്കങ്ങളാണ്. ശ്രീകാന്ത്, പക്ഷേ എന്റെ ഹൈക്കോടതി റിപ്പോർട്ടിംഗ് അനുഭവത്തിൽ ഇതുവരെയും ഇങ്ങനെയൊരു സംഭവം കണ്ടിട്ടില്ല. അതായത് ഹൈക്കോടതി മുറിക്കുള്ളിൽ ഒരു ജഡ്ജിന്റെ അദ്ദേഹം ഇരിക്കുന്ന കോടതി മുറിക്കുള്ളിൽ അഭിഭാഷകർ കൂട്ടത്തോടെ എത്തി ഹൈക്കോടതി അഭിഭാഷക അസോസിയേഷൻ ഒന്നാകെ പ്രതിഷേധിക്കുന്ന ഒരു സാഹചര്യം ഇതിനു മുൻപ് എങ്ങും തന്നെ കണ്ടിട്ടില്ല. അത്ര അസാധാരണമായ നാടകീയമായ സംഭവങ്ങൾ അരങ്ങേറുന്നു. ഹൈക്കോടതിയിൽ ജസ്റ്റിസ് എ ബദറുദ്ദീൻ അധ്യക്ഷനായ കോടതി മുറിയിലാണ് പ്രതിഷേധം. വനിതാ അഭിഭാഷകയെ അപമാനിച്ചെന്ന ആക്ഷേപത്തിലാണ് അഭിഭാഷകർ പ്രതിഷേധിക്കുന്നത്. പ്രതിഷേധത്തിന്റെ പശ്ചാത്തലത്തിൽ ജസ്റ്റിസ് ബദറുദ്ദീൻ ഇതുവരെയും കോടതി മുറിയിലേക്ക് എത്തിയിട്ടില്ല. ഹാജരായ വേളയിൽ വനിതാ അഭിഭാഷകയെ വാക്കാൽ പരാമർശം നടത്തി അപമാനിച്ചെന്നാണ് പരാതി. ഹൈക്കോടതി അഭിഭാഷക അസോസിയേഷൻ നേതാക്കളെ ചീഫ് ജസ്റ്റിസ് ചർച്ചയ്ക്ക് വിളിച്ചിട്ടുണ്ട്. നിലവിൽ വിഷയത്തിൽ അദ്ദേഹം ഇടപെട്ടിട്ടുണ്ട്. വിഷയം പഠിക്കാൻ സാവകാശം തേടിയിരിക്കുന്നു ചീഫ് ജസ്റ്റിസ്. പക്ഷേ പരസ്യമായി മാപ്പ് പറയാൻ, അതായത് തുറന്ന കോടതിയിൽ മാപ്പ് പറയാൻ തയ്യാറല്ല ജസ്റ്റിസ് എ ബദറുദ്ദീൻ അഭിഭാഷക അസോസിയേഷൻ പ്രസിഡന്റിനെ അറിയിച്ചു. ഇതേ തുടർന്ന് ജസ്റ്റിസ് ബദറുദ്ദീന്റെ കോടതി ബഹിഷ്കരിക്കാൻ അഭിഭാഷകർ ഇപ്പോൾ തീരുമാനിച്ചിരിക്കുന്നു. കീഴ്ക്കോടതിയിൽ എങ്ങുമല്ല ഇത് നടക്കുന്നത്. സംസ്ഥാനത്തെ ഏറ്റവും ഉന്നതമായ നീതിപീഠം, അവിടെയാണ് ഈ അസാധാരണ നാടകീയ സംഭവങ്ങൾ നടക്കുന്നത്. അല്പസമയത്തിനകം അഭിഭാഷക അസോസിയേഷൻ പ്രസിഡന്റ് യശ്വന്ത് ഷാണയുടെ പ്രതികരണം നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട്. ഓക്കെ, മാപ്പ് പറയാൻ തയ്യാറുള്ള ജസ്റ്റിസ് എ ബദറുദ്ദീൻ പറയുകയാണ്. അത് കുറച്ച് സീരിയസ് ആവുന്നു.